ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് നമ്മളെ കേസ്? സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ കേസ് പറയാൻ വിചാരിച്ചത്, ഞാൻ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നൊരു റെസിപ്പി ആയിട്ട് വന്നതാണ്. വലിയ ഇതൊന്നുമല്ല, ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ഒപ്പിക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരിച്ചതും പപ്പടം താളിപ്പും, പപ്പടം പൊരിച്ചതും ഇന്നത്തെ കറി. ഇന്നത്തെ ഫുഡിന് സാധാ ചോറും. പിന്നെ ചിക്കൻ ഞാൻ നേരത്തെ കായം മുട്ടി വെച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഗേസ് ഇതാണ് ചിക്കന് കായം കുട്ടി വെച്ചത്. അതിൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പൊക്കെ ഇട്ട് കായം കുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഇങ്ങനെ പൊരിക്കുകയാണ്, കുറച്ച് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം താളിക്കാല്ലേ, ചെറിയ ഉള്ളി അരിയാണ്ട്, പച്ചമുളകുണ്ട്, ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് കാണിച്ചു തരാം പപ്പടം താളിപ്പിട്ടോ. ഈ ഉള്ളിക്ക് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക? ഞങ്ങൾ ചെറിയ ഉള്ളി എന്ന് പറയും, ചില നാട്ടുകാർ ചുവന്നുള്ളി എന്ന് പറയും, കൊച്ചുള്ളി ഒക്കെ പറയും, കൊച്ചു ഉള്ളി എന്നൊക്കെ ആയിട്ട് പറയാം. ഓരോ നാട്ടിൽക്കും ഓരോ ഭാഷ എന്ന് പറഞ്ഞ മാതിരി എന്ത് പറഞ്ഞാലും സാധനമൊക്കെ ഒന്നല്ലേ. ഇതിൻ്റെ പേരുകൾ എന്ത് പറഞ്ഞാലും അല്ലേ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് നമുക്ക് പപ്പടത്താളിപ്പ് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ പറയണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഉണ്ടാക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇറച്ചി നമ്മൾ ബീഫൊക്കെ വാങ്ങി വറുക്കുകയാണെങ്കിൽ അതിക്ക് ഫസ്റ്റ് കറിയാണത്. എനിക്കിഷ്ടമുള്ള സാധനമാണ് പപ്പടത്താളിപ്പ്, തക്കാളി താളിപ്പ്. അങ്ങനെ പച്ചക്കറി വല്ലാതെ സാമ്പാർ കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ കഴിക്കൂല. ഇതൊന്ന് കഴുകിയിട്ട് വരെ. അപ്പം നമ്മൾ ചെറിയ ഉള്ളി നമ്മൾ കഴുകി ഇങ്ങനെ ചെറുതാക്കി നമ്മൾ സാധാ നമ്മൾ അരിയണ മാതിരി ഇങ്ങനെ അരിയുക. നിങ്ങളെ നാട്ടിലേക്ക് വേറെ, എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുക. പിന്നെ അങ്ങനെ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ അരി പെട്ടെന്ന് കഴിയിട്ടോ. ഇങ്ങനെ ഓരോതൊന്നും ടൈമൊന്നും വേണ്ട. നിങ്ങളൊക്കെ ഫുഡൊക്കെ ആയോ? കറിയും ചോറും കറിയൊക്കെ ആയോ? എൻ്റെ അന്ന് നേരത്തെ 10 മണിയാകുമ്പോഴത്തേന് ആവലുണ്ട്. ഇന്ന് പിന്നെ ഞാനിതല്ലേ വിചാരിച്ചിട്ട് താളിപ്പും ഇതല്ലേ, പിന്നെ കുളി കഴിഞ്ഞാൽ എടുക്കാറ് വലിയ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നേരം വൈകി. അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മളെ പച്ചമുളക് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ മുളകിനൊന്ന് അരിയാനും. ഇതാണ് ചെറിയ ഉണ്ടമുളകാണ് വാങ്ങൽ. മോളെ പറഞ്ഞു വെച്ചാൽ ഈ മുളകാണ് മുളക് കൊണ്ട്. നമ്മൾ അപ്പോൾ ഗ്യാസ് പച്ചമുളകൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി. ഇനി നമ്മളിങ്ങനെ പച്ചമുളക് ഇങ്ങനെ എന്താ പറയുക, നീളത്തിലരിയില്ല, വട്ടത്തിൽ ഇങ്ങനെ വട്ടത്തിൽ. സാധാരണ നമ്മൾ നീളത്തിൽ ഇങ്ങനെ എല്ലാത്തിൽ അരിയൽ. ഇത് നമ്മൾ റൗണ്ടാക്കി മോൾക്കിന്ന് എന്താ നമ്മളെ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിയുക. അങ്ങനെ ഞാൻ നല്ല എരിവ് കൂട്ടുട്ടോ. എനിക്ക് നല്ല എരി വേണം. കറിയൊക്കെ നല്ല എരിവാണ്. എരിയില്ലാതെ കൂട്ടത്തിലാണ്. പിന്നെ നല്ല എരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളവർക്ക് നാവിനൊക്കെ. കുട്ടികൾക്ക് ചെറിയ മോളടക്കം നല്ല എരിവിലാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ അങ്ങനെ പച്ചമുളക് ഞാൻ 4 എടുത്തിരുന്നു. ഇത് ചിലപ്പോൾ എരിവില്ലാത്ത മുളകാകാൻ തോന്നുന്നുണ്ട്. പിന്നെന്താ പറയാൻ വിചാരിച്ചേ, മോളൊന്നും സ്കൂളിൽ പോയില്ല. മോള് ഇന്നലെ ഞാൻ കൊണ്ടോട്ടി കൊണ്ടോട്ടി പോയപ്പോൾ ഞാനും കുട്ടികളൊറ്റൊക്കെ കൊണ്ടോട്ടി പോയത്. അങ്ങനെ ബസ് കയറാൻ നിൽക്കുമ്പോഴൊന്ന് വീണ് കാലൊക്കെ ഒന്ന് ചെറുങ്ങനെ മടക്കി ചവിട്ടി. അപ്പം പിന്നെ കൊക്കി സ്കൂളിൽ നിന്ന് വിടാൻ പറ്റില്ലല്ലോ. സ്കൂൾ ബസ്സൊക്കെ വരും, എന്നാലും പിന്നെ സ്കൂൾക്ക് വിട്ടില്ല, സുഖമില്ലാന്നിട്ട്. അങ്ങനെ നമ്മൾ ഈ ഉള്ളി കുറച്ച് പച്ചമുളക് കൂടുതലായി. പിന്നെ അങ്ങനെ ഗേസ് നമ്മളിതാ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയായി.
പിന്നെ നമ്മളെ പപ്പടം ഞാൻ നേരത്തെ പൊരിച്ച് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് പപ്പടം തളിക്കുന്നുണ്ട്. നമുക്ക് ഇത് കഴിക്കാമല്ലോ പപ്പടം വാങ്ങാം. പിന്നെ അടുത്തത് ഞാൻ ചിക്കൻ ആയിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ടിട്ട് വരാം. ചിക്കനൊന്നും ഈ ചിക്കൻ ഫുള്ള് പൊരിക്കുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ ആകെ 3 ആളുകളുള്ളൂ. ഹസ്ബൻഡും പിന്നെ മോളും പിന്നെ ചെറിയൊരു മോളും ഞാനല്ലേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് മാത്രം പൊരിക്കുള്ളൂ. വൈകുന്നേരം പിന്നെ നമ്മൾ വൈകുന്നേരത്തിൽ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനാകുമ്പോൾ ഇങ്ങനെ ഇതാക്കും, ഫ്രിഡ്ജിൽ കായം കൂട്ടി വെക്കും. വൈകുന്നേരത്തിനുള്ള ചിക്കൻ നമ്മളപ്പോൾ ആ ടൈമിൽ നമ്മൾ പൊരിക്കും. അങ്ങനെ കായം കൂട്ടി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അങ്ങനെ നമ്മൾ ചിക്കന് മറിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കണം. പിന്നെ കണ്ടാൽ അതിൽ നല്ല തിന്നുന്ന കൂട്ടത്തിലാണെന്ന് ഒന്നും വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഒരു സുഖമല്ല. എപ്പോഴും കഴിക്കുന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ നേരെ തലയിട്ട് കൊടുക്കണം. ഇവ മിച്ചത് ഞാൻ കവറിൽ വാങ്ങി ഇങ്ങനെ കഴിക്കും. അങ്ങനെ നമ്മളെ ചെറുള്ളി എടുത്തിയിൽ ഒരു ചെറുള്ളി ബാലൻസ് ഉണ്ട്, പച്ചമുളക് ബാലൻസ് ഉണ്ട്. പിന്നെ ഞാൻ പിന്നൊക്കെ എടുത്ത് വെക്കൂല. ഞാൻ എടുക്കുന്ന പ്ലേറ്റും പാത്രം ഒക്കെ നിറക്കണമൊക്കെ അതേ അപ്പോഴേ ക്ലീൻ ചെയ്യണം. പിന്നൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ പണി ചെയ്യുമ്പോൾ ദേഷ്യം വരും. അതാണ് നമ്മളെ ഒരു പാത്രം കൈകാൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ ഏകദേശം ആയി തുടങ്ങി. ഇനി നമ്മൾ പറഞ്ഞ നമ്മുടെ തക്കാളി താളിപ്പുണ്ടാക്കാം. പാത്രം നമ്മൾ കഴുകി വെച്ചാലും ഒന്ന് കള്ളിച്ച് കഴുകി ഒരു സുഖമല്ലേ. നമ്മൾ പാത്രം കഴുകി വെച്ചാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെള്ളത്തിലിട്ടൊക്കെ നമുക്ക് കഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സ് പിടിക്കില്ല. പിന്നെ എൻ്റെ കൈ നനയാൻ പാടില്ല. കൈ ഇങ്ങനെ തുടച്ചു കൊടുക്കണം. അതിന് ഞാനൊരു ഇങ്ങനെ നല്ലൊരു കഷ്ണം ഇങ്ങനെ കൈ കൊടുക്കും. കയ്യിനും കാലിനും നനവ് വരുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ ചിക്കനായാൽ നമുക്ക് പപ്പടം തളിക്കട്ടോ. അപ്പോൾ നമ്മളെ ചിക്കന് റെഡിയായി. ചിക്കനൊക്കെ വെന്ത് റെഡിയായി. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു പ്ലേറ്റിലേക്കാണ് ചിക്കൻ ഇടുന്നത്. അപ്പം നമുക്ക് നനക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഇതാണ്, നമ്മൾ തുടച്ചിട്ടു. ഇനി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കോരട്ടെ. ചിക്കനൊന്ന് കോരട്ടോ. കണ്ടില്ല, ചിക്കനൊക്കെ നല്ല വെന്ത് റെഡി ആയി കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ കോരിട്ടു. ചിക്കനൊക്കെ കോരി റെഡിയായി. ഞങ്ങൾക്ക് ഉച്ചക്ക് ഇത് മതി, തന്നെ ഉണ്ടാവും, ബാക്കിയാവും. ഉച്ചക്ക് ഈ ചിക്കൻ തന്നെ ധാരാളം. പിന്നെ നമ്മളെ എന്താ പറയുക, ചിക്കൻ റെഡിയായി. ഇനി അടുത്ത് നമ്മൾ പപ്പടം താളിക്കാൻ പോകുന്നു. പപ്പട താളിപ്പുണ്ടാക്കുക. പപ്പട താളിപ്പ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഈ ചട്ടി ഗ്യാസിൽ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയിലാണ് പപ്പടം താളിക്കുക. അതായത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് പപ്പടം താളിക്കുക. ചട്ടി ചൂടായി വരട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടോ. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിക്കാം. പപ്പടത്താളിപ്പ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചു. ഞാൻ നല്ല എണ്ണയൊക്കെ ഉപയോഗിക്കും കേട്ടോ കറിയിൽ. കറിയിൽ എണ്ണയൊക്കെ വേണം, അല്ലെങ്കിൽ ഇഷ്ടമല്ല. പിന്നെ എണ്ണ ചൂടായി വന്നാൽ നമ്മൾ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് നമ്മൾ അതിലേക്ക് ഇട്ടോ. ആയിഷൂര് പിന്നെ ആയിഷൂര് വാ
ഹായ് ഹായ്. ആയിഷൂല് എപ്പോഴും ഒരു കട ഉണ്ട് ഇവിടെ, മിഠായി വാങ്ങുക കഴിക്കുക വരിക, ഇതന്നെയാണ് ആയിഷൂല് പണി. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വിളിക്കും പോകും, അല്ലാതെ വലിയ ശല്യമൊന്നുമില്ല അതുകൊണ്ട്. ഇതിന് നമ്മളെ എണ്ണ ചൂടായി. അപ്പം നമ്മൾ ഈ ചെറിയ ഉള്ളി പച്ചമുളകും അരിഞ്ഞത് അതിലിട്ട് ഇനി നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഒന്നിങ്ങനെ ഇളക്കുക കണ്ടോ. ഇനി അതിങ്ങനെ മൂപ്പായി വരട്ടോ. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ മൂപ്പായി വരുന്നുള്ളൂ കേട്ടോ. ഓയ് ദീദി ദീദി ഒരു പരാതിയായിട്ട് വന്നതാണ്, ദീദി കാട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടോ. ഉള്ളി മൂപ്പായി വരുന്നുള്ളൂ, ഉള്ളി ഇങ്ങനെ മൂപ്പായി വരുന്നുള്ളൂ. ഫുള്ളിലിട്ട വേഗം കത്തിക്കരിക്കും. അപ്പം നമ്മൾ സിമ്മിലാക്കി ഇങ്ങനെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വല്ല കുഴപ്പം വരില്ല. പപ്പടം ഇതൊക്കെ ഇവിടെ റെഡിയാക്കി ഇങ്ങനെ വെച്ചു. പിന്നെ കഞ്ഞിവെള്ളം വേണം നമുക്ക് താളിപ്പുണ്ടാക്കാൻ. ഞാനിപ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ ഉള്ളി റെഡിയായാൽ പിന്നെ താളിപ്പിൽ നമ്മൾ മുളകും പൊടി കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കളർ രസം ഉണ്ടാവില്ല. കുറച്ച് മുളകും പൊടി ഇത് കളറിനും വേണ്ടി നമ്മൾ ഇടണം, അല്ലെങ്കിൽ പിന്നെ വെള്ളം പോലെ കിടക്കും. ഇനി ഇതേപോലെ നമ്മൾ കഞ്ഞിവെള്ളം മാത്രം താളിക്കുക, പപ്പടമല്ലാതെ. അതും ഇതേപോലെ നമ്മൾ ഇപ്പം ഞാൻ ഈ വാട്ടി വെച്ച് അതേപോലെ വാട്ടിയിട്ട് അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാലും അതും നല്ല ടേസ്റ്റാണ്. പപ്പടം അല്ലെങ്കിലും അങ്ങനെയും താളിക്കുക. ചിലർക്ക് പപ്പടം പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള താളിപ്പ് വയ്ക്കും. പിന്നെ അത് നല്ല കറി വേണം, ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ വേണം, അല്ലാതെ പപ്പടം അങ്ങനെ ഒറ്റയ്ക്ക് പോവില്ല. ഈ താളിപ്പ് ഒറ്റയ്ക്ക് കഴിക്കാൻ കഴിയില്ല. രസം ഉണ്ടാവും, കഴിക്കാൻ കഴിയല്ല, ചിലർക്ക് പറ്റൂലല്ലോ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ നല്ല കഷ്ണ മീനൊക്കെ വാങ്ങി പൊരിക്കൂലേ നമ്മൾ, അപ്പോഴൊക്കെ ഇങ്ങനെ താളിപ്പൊക്കെ ഉണ്ടാക്കുക. ഞാൻ പിന്നെ പച്ചക്കറി ഒന്നും വല്ലാതെ ഇഷ്ടമില്ല, സാമ്പാർ അങ്ങനെയുള്ള പച്ചക്കറികൾ ഐറ്റംസൊന്നും ഇഷ്ടമില്ല. ഞാൻ പച്ചക്കറി ഇതേ ഇഷ്ടമുള്ളൂ. ചോറിന് കറി ഇങ്ങനെ, അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കുക, മീൻ മുളകിടുക അങ്ങനെ. അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് കറി ഇതൊക്കെ തന്നെ, താളിപ്പുകളോടാണ് അധികം ഇഷ്ടം. പിന്നെ പയറ് അങ്ങനെ ഉപ്പേരികളെ കൂട്ടിട്ടോ. അപ്പം നമ്മളെ ഉള്ളി എന്താണ് ജിനിയ, അപ്പോൾ ജിനിമോൾ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കുറച്ച് മുളകും പൊടി പേരിനിട്ടാൽ മതി, ഞാൻ ഒരു സ്പൂണിലേറെ കുറച്ച് മുളകും പൊടിയൊക്കെ നല്ലതിൽ ഒന്ന് ചൂടായി വന്നു. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഇങ്ങനെ എടുക്കുക, നമ്മൾ കപ്പ് കൊണ്ട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അവനവൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ. അത് പിന്നെ ഫുള്ള് കഞ്ഞിവെള്ളം ആകുമ്പോൾ നമുക്കൊരു ചളപ്പല്ലേ. കുറച്ച് പച്ചവെള്ളം പാടെടുക്കുക, കുറച്ച് വെള്ളം, സാധാ പച്ചവെള്ളം കേട്ടോ. അതൊന്ന് കുറച്ചിങ്ങനെ, അപ്പോൾ മറ്റേ കുറുന്നനുള്ള കറിയാവില്ല. പിന്നെ കുറച്ച് ഉപ്പിടാം നമുക്ക് കറിയിൽ. ഉപ്പ് കുറച്ചിങ്ങനെ പാകത്തിന്, അവനവൻ്റെ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. ഇനി ഇതിൽ നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ പപ്പടം പൊരിച്ചു. അപ്പോൾ നമ്മളെ കറിയല്ലേ, കറീൻ്റെ കളർ ഉണ്ടല്ലേ, ഇതാണ് കറി. മറ്റേ മുളക് പൊടി ഇട്ടില്ലെങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും. എന്താ പറയുക, ഈ കറി ഒന്ന് തിളച്ച് വരണം. കഞ്ഞിവെള്ളം ഇതൊക്കെ ചൂടായി വരണം. ചൂടായി വരുമ്പോഴാണ് പിന്നെ പപ്പടം പൊടിച്ചിടുക. അതായ പിന്നെ നമ്മൾ പപ്പടത്താളിപ്പ് റെഡി. സിമ്പിൾ പരിപാടിയാണ്. ഇതിപ്പോൾ തിളക്കട്ടെ. നമ്മൾ നമ്മളെ എടുത്ത സാധനങ്ങളൊക്കെ അതായത് സ്ഥലത്ത് നടക്കാം. പപ്പടം താളിക്കുമ്പോൾ ഓയ് ദീദിയേ കാട്ടല്ലേ മോളെ, ഉപ്പുണ്ടോ നമ്മൾ കേട്ടോ. അപ്പോൾ
ഒരു മിനിറ്റ് ഞാൻ വരാം. പിന്നെ നാളെ വെച്ച് നോക്കുമ്പോൾ പപ്പടം തന്നാൽ മതി. അങ്ങനെയൊക്കെയാണ് ഞാൻ. പിന്നെ സിമ്മിലാക്കിട്ട പിന്നെന്തൊക്കെ പറയാൻ വിചാരിച്ചു നന്ദി. ഇനി ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ വീഡിയോസിലും ഇതേപോലെ ഞാൻ ടൈമിനനുസരിച്ച് വീട്ടിലിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതോ ഇതിപ്പോൾ ഞാൻ വൈകിച്ചത് എന്താ ചോദിച്ചാൽ എന്താ പറയുക, ഇത് ഒരു വീഡിയോസായിട്ട് ഇടണം. അപ്പം എന്നാൽ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സ്വസ്ഥയിലിടാമല്ലോ. രാവിലെ നമ്മൾ ഫുഡ് നേരത്തെ ചോറും കറിയൊക്കെ ആകുമ്പോൾ ആ തിരക്ക് കൂടെ എടുക്കാൻ കഴിയില്ല, വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം ആ പണിയിൽ ഞാൻ മോളെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് വേണം വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാനൊന്നും ഓളെ അയക്കൂല. പിന്നെ ഇവിടെ ആരും ഇല്ലാതെ ഓളെ ഒക്കത്തിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ വേഗം മൊബൈൽ കൊടുത്ത് എൻ്റെ പണി മൊത്തം എനിക്ക് എടുക്കാം. ഞാൻ ആ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ ടൈം ആക്കിയത് കറി ഉണ്ടാക്കല്. അപ്പം ഇനി എന്നും ഇങ്ങനെ കറി ഈ ടൈമിലൊക്കെ ഉണ്ടാക്കി റെസിപ്പി ആയിട്ട് ഓരോ റെസിപ്പി ആയിട്ടൊക്കെ ടൈമിനനുസരിച്ച് ഞാൻ വിടും. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നമുക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കുക. നമ്മളോട് കഴിയുന്ന റെസിപ്പി ആണെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്ത് ഫ്രീ ആയ സമയത്തൊക്കെ ഒഴിവിലൊക്കെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ വിടുന്നുണ്ട്. എന്ത് റെസിപ്പി ആണെങ്കിലും കേട്ടോ. എന്നോട് കഴിയുന്നത്, അതായത് കേക്കും കാര്യങ്ങളൊന്നും പറയുന്നത് അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഞാൻ ഉണ്ടാക്കില്ല. ബീഫ്, ചിക്കൻ, മീൻ, അതുകൊണ്ട് എന്ത് ഐറ്റംസ് ഉണ്ടോ അത് ഫുള്ള് റെഡി. പിന്നെ എണ്ണക്കടികളാണെങ്കിലും എണ്ണക്കടി അങ്ങനെ ഒരുവിധം എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കും. പിന്നെ രാവിലെ ചായൻ്റെ കടികളാണെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിലും. അങ്ങനെ നമ്മളെ താളിപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താളിപ്പ് നല്ലോണം തിളച്ച് വന്നു. അപ്പം നമ്മൾ ഈ പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് ആ താളിപ്പിൽ ഇങ്ങനെ ഇട്ടെടുക്കും. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊടിക്കുക. അങ്ങനെ ഫോൺ അവിടെ നിന്ന് എടുക്കേണ്ട വെക്കുക, അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ 3 പപ്പടം തന്നെയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 പപ്പടം എടുത്ത് ഞാനും ബാക്കി കേസ് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് വെച്ച് പപ്പടം ഇട്ടല്ലേ. അപ്പം ഒന്ന് കൈ നനച്ചു, കൈ ഒന്ന് തുറച്ച് ഒരു സുഖമില്ല. പിന്നെ ഈ സ്വഭാവം നമുക്ക് ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വിടണം കേട്ടോ. അടുക്കളയിൽ പണി നിൽക്കുമ്പോൾ കൈ നനഞ്ഞാലൊരു വൃത്തികേടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പപ്പടം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പപ്പടത്താളിപ്പ്. തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ. തിളച്ച് പപ്പടം ഒന്ന് വെന്ത്, നമ്മൾ പപ്പടം പൊരിച്ചാലുണ്ട്, നമ്മൾ വെള്ളത്തിലിട്ടാൽ പപ്പടം കുഴഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്ന് തേങ്ങാണ്ടാവും പപ്പടം. ഓയ് ഇനി ഇതെന്താണെന്ന് വിചാരിക്കേണ്ട. അത് ഞാൻ പാത്രം കഴുകിയിട്ട് അതിലിങ്ങനെ വെക്കും. അപ്പം അതിലെ വെള്ളമൊക്കെ ഊറിയിട്ട് ഇനി ഞാൻ പാത്രം സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെക്കും. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ വെക്കും. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ആ പാത്രം സ്റ്റാൻഡിലൊക്കെ വെക്കും. പിന്നെ അതിലൊക്കെ ഇങ്ങനെ അലമാരകളാണ്. അലമാരയിലൊക്കെ ഇങ്ങനെ അങ്ങനെ ചട്ടി പാത്രം അങ്ങനെയൊക്കെ അതൊക്കെ വെക്കുക. അപ്പം നമ്മൾ അടുക്കള ഇങ്ങനെ ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. ഒന്നും ടൈം കിട്ടിയില്ല. കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ വൃത്തിയാക്കണ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി ഒരു ദിവസം ലൈവിൽ വിടുന്നുണ്ട്. അപ്പം നമ്മൾ പപ്പടത്താളിപ്പ് റെഡിട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടത്താളിപ്പൊക്കെ റെഡിയായി. ചിക്കൻ പൊരിച്ചതും പപ്പടം താളിപ്പും കറി. ചോറ് പിന്നെ റൈസ് കുക്കറിലാണ് വെക്കല്. ചോറ് റൈസ് കുക്കറിൽ രാവിലെ വെച്ചിട്ടുണ്ട്. ഊറ്റിയൊക്കെ റെഡിയാക്കി വെച്ചാണ്. ഇനി മക്കൾക്ക് നേരത്തെ ഫുഡ് കൊടുക്കാം. കറിയൊക്കെ മൂടിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ ഇനി ഞാൻ അടുത്തത് പറയാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ റെസിപ്പി. കണ്ടില്ലേ,
ഇതാണ് പപ്പടത്താളിപ്പ്, ചിക്കൻ പൊരിച്ചത്, പപ്പടം, സാദാ ചോട്ടോ. കണ്ടപ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് എനിക്ക് കഴിക്കാൻ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. പിന്നെ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം, എന്നാലുള്ള എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ എൻ്റെ സബ്സ്ക്രൈബിന് 1000 നന്ദികൾ. കാരണം പെട്ടെന്നാണ് എനിക്ക് സബ്സ്ക്രൈബർ കൂടിയത്. അൽഹംദുലില്ലാ, അതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് സബ്സ്ക്രൈബ് കിട്ടണം, എനിക്ക് വരണം. അതേപോലെ എൻ്റെ വീഡിയോസ് എല്ലാവരും വ്യൂസ് കിട്ടണം. വ്യൂസ് കുറവാണ്, അപ്പോൾ വ്യൂസ് നല്ലോണം കിട്ടണം. നിങ്ങളെല്ലാവരും കാണണം, ഫുള്ള് ഒഴിവാക്കാതെ കാണുന്നതാണ്, അപ്പോഴുള്ളൂ വ്യൂസ് കിട്ടുക. അപ്പോൾ അതേപോലെ അതും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തിട്ടൊന്ന് സഹകരിക്കണം എല്ലാവരും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ അവരെ സബ് ചെയ്തു. ഒരുപാട് ആളുകൾ ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.